വിനോദിന്റെ കണ്ണിൽ നിരാശയാണെന്ന് കണ്ട ഇന്ദ്രന്റെ സങ്കടം കണ്ണിൽ ഉരുണ്ടുകൂടി. വിനോദിനെ വീൽചെയറിൽ ഇരുത്തി വിനോദ് തള്ളിക്കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഇന്ദ്രനും രജനിയും സംശയത്തോടെ പരസ്പരം നോക്കി. അടുത്തേക്ക് വരുംതോറും ഇന്ദ്രന്റെ കണ്ണിൽ സംശയമേറി വന്നു. തലവേദന വിട്ടുമാറിയില്ലെന്നും പറഞ്ഞു പോയ ആൻറ്റി ഈ രൂപത്തിൽ. ഇതെന്തു പറ്റി മോനെ? വിനോദിനിക്ക് ഇവിടുന്ന് സ്മാർട്ടായി പോയ ആളാ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിനോദിനിയെ നോക്കിക്കൊണ്ട് രജനി സങ്കടത്തോടെ വിനോദിനോട് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താടാ ആൻറ്റിക്ക്? ഇന്നലെ വിളിച്ചപ്പോഴും നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്ദ്രന്റെ ചോദ്യത്തിന് മുന്നേ തന്നെ വിനോദ് ഇന്ദ്രന്റെ നെഞ്ചിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. ഇത്രയും നേരം അടക്കി വെച്ച വേദന കണ്ണീരായി ഇന്ദ്രന്റെ നെഞ്ചിലേക്ക് ഒഴുകിയിറങ്ങി. എൻ്റെ അമ്മ, അച്ഛൻ്റെ മരണം, അത് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. അച്ഛൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്ന അമ്മയിൽ താങ്ങാൻ പറ്റാത്ത വിഷാദം രോഗവും അതൊക്കെ കാരണമെന്ന് ഈ വേദനയും ആരോടും ഒന്നും പറയാതെ ഉള്ള ഇരിപ്പും. എനിക്ക് ഇപ്പോൾ ആരുമില്ലാതായി ഇന്ദ്ര. വിനോദിൻ്റെ തൊണ്ട ഇടറി. കരച്ചിലിൻ്റെ ചീളുകൾ ഇന്ദ്രൻ്റെ ചെവി തുളച്ചു കയറി. ഇന്ദ്രന് വിനോദിനോട് തോന്നിയ ദേഷ്യം അത് അനുകമ്പയിലേക്ക് വഴിമാറി. കരയാതെ വിനു, നിനക്ക് അങ്ങനെ ആരും ഇല്ലാതെയാവില്ല. ഞങ്ങളില്ലേ നിനക്ക്? എല്ലാം ശരിയാവും, നമ്മൾ ശരിയാക്കും. വിനോദിൻ്റെ പുറത്ത് തടവിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. വാ മക്കളെ, പോവാം. വിനോദിനിയുടെ അസുഖമൊക്കെ വീട്ടിൽ എത്തി കഴിഞ്ഞാൽ മാറും. ഞാനുണ്ട് അവളുടെ കൂടെ. രജനി രണ്ടുപേരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനോദ് കണ്ണുകൾ തുടച്ച് കൊണ്ട് ഒന്ന് ചിരിച്ചു. ഇന്ദ്ര, എനിക്ക് കുറച്ച് ദിവസം കൂടി ലീവ് വേണം. ഇന്ദ്രനോട് അല്പം മടിയോടെ വിനോദ് പറഞ്ഞു. നീ ഓക്കെ ആവുമ്പോൾ വന്നാൽ മതി. കാറിലേക്ക് ബാഗുകളെല്ലാം എടുത്തു വെച്ച് വണ്ടി വിനോദിൻ്റെ ഫ്ലാറ്റിലേക്ക് വണ്ടി യാത്രയായി. ഇന്ദ്രനും രജനിയും അവരെ ഫ്ലാറ്റിലാക്കി ശേഷമാണ് മടങ്ങിയത്. അച്ചു, നിനക്ക് വിഷമമായോ അമ്മാവനും അമ്മായിയും വരാത്തോണ്ട്? ഫ്ലാറ്റിൽ ഇരിക്കുമ്പോൾ അപ്പു അച്ചുവിനോട് ചോദിച്ചു. ഇല്ല, ഒരു കണക്കിന് വരാതിരുന്നതാണ് നല്ലത്. നമ്മൾ മോളെ കൊണ്ടുപോകുമ്പോൾ അതിൽ വീണ്ടും സംസാരമുണ്ടാവും. എല്ലാം പോരുന്നതിന് മുന്നേ അച്ഛനോട് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പറയാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അച്ഛനെ എനിക്കറിയാം. അത് നിന്നേക്കാൾ എനിക്കറിയാം. അന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛൻ വായിൽ നിന്നും എൻ്റെ ചേച്ചിയെപ്പറ്റി പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. അന്ന് ഒന്ന് പൊട്ടിക്കാൻ ഞാൻ എണീറ്റതാ. നീ തടുത്തത് കൊണ്ട് നിൻ്റെ അച്ഛൻ്റെ ബോഡിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. അതൊക്കെ വിട്. നമ്മുടെ ജീവിതം ഇനി നമ്മൾ അടിച്ചു പൊളിക്കും. എൻ്റെ ഏട്ടനും മോളും മായേച്ചിയും, അത് മതി, വേറെ ആരും വേണ്ട. പാവം അമ്മായി അതിന് ഓർക്കുമ്പോൾ. അമ്മയ്ക്ക് വലിയ സന്തോഷമായി മോളെ കൂടെ കൊണ്ടുപോകുമെന്ന് കേട്ടപ്പോൾ. മായ വീട്ടിലെത്തി കുറച്ചു നേരം കിടന്നു. തനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പുവിൻ്റെയും അച്ചുവിൻ്റെയും ഈ പ്രവൃത്തി. അവരുടെ ആരാ കൊച്ച്? ഓരോന്നും ആലോചിച്ചു മായ ഒന്ന് മയങ്ങിപ്പോയി. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് മായ എണീറ്റത്. വേഗം പോയി ബാഗിൽ നിന്നും ഫോൺ എടുത്തു. ഇന്ദ്രൻ സാർ എന്ന പേര് കണ്ടപ്പോൾ മായയുടെ ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച ആരും കാണാത്ത ഒരു പുഞ്ചിരി തെളിഞ്ഞു. ആൻസർ ബട്ടൺ അമർത്തി ചെവിയോട് ചേർത്ത് വെച്ചു. മായ ഫ്ലാറ്റിലെത്തിയോ? ഹലോ പോലും പറയാതെ ഇന്ദ്രൻ്റെ ചോദ്യം കേട്ടപ്പോൾ മായക്ക് സന്തോഷം തോന്നി. ഇല്ല, ഇറങ്ങാൻ നോക്കുക. എന്നാൽ ഞാൻ കൊണ്ടുപോയി വിടാം. ഞാൻ നിങ്ങളുടെ റോഡിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഡോർ പൂട്ടി ഇറങ്ങിക്കോ. മറുപടി കേൾക്കാതെ ഫോൺ ഡിസ്കണക്റ്റായി. മായ പെട്ടെന്ന് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഡോർ ലോക്ക് ചെയ്ത് മുറ്റത്തേക്ക് ഇറങ്ങാൻ തിരിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ കാർ ഗേറ്റ് കടന്നു വന്നിരുന്നു. കാർ തിരിച്ചു മായയുടെ അടുത്തേക്ക് നീക്കി നിർത്തി. ഫ്രണ്ട് ഡോർ തുറന്ന് മായ അകത്തേക്ക് കയറിയിരുന്നു. ഞാൻ കരുതി താൻ പോയി കാണുമെന്ന്. എല്ലാവരെയും പല വഴിക്കുമാക്കിയിട്ട് വരാൻ വൈകി. എന്തിനാ വന്നേ? ഞാൻ വല്ല ഓട്ടോ വിളിച്ചു പോകുമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല. അവർ പോയപ്പോൾ മായയുടെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അവർ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അങ്ങ് എത്തുന്നത് വരെ അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. ഫ്ലാറ്റിൽ മായ ഇറക്കി ഇന്ദ്രൻ തിരിച്ചു പോന്നു. ഇറങ്ങാൻ മായ പറഞ്ഞിട്ടും ഇന്ദ്രന് ചില അത്യാവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇറങ്ങിയില്ല.
മായ വിഷമിക്കാതെ ഇരിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. താൻ ഒറ്റക്കായി എന്നൊന്നും കരുതരുത് കേട്ടോ. എനിക്ക് ചിലരെ കാണാനുണ്ട്. പോട്ടെ, നാളെ മുതൽ ജോലിക്ക് കയറണം. വണ്ടി തിരിച്ചു പോരുന്നതിന് മുമ്പ് ഇന്ദ്രൻ മായയെ ഓർമ്മപ്പെടുത്തി. ശരി. ഇന്ദ്രൻ വണ്ടി മുന്നോട്ടെടുത്തു. ഗേറ്റ് കടന്നു പോകുന്നത് വരെ മായ അങ്ങനെ തന്നെ നിന്നു. മായ ചെല്ലുമ്പോൾ നാൻസിയും ധന്യയും കൂടി പാചകത്തിലായിരുന്നു. വലിയ പണിയിലാണല്ലോ രണ്ടുപേരും. മായ ബാഗ് താഴെ വെച്ചുകൊണ്ട് ചോദിച്ചു. എത്തിയോ? രണ്ടുപേരും ഓടിച്ചെന്ന് മായയെ കെട്ടിപ്പിടിച്ചു കുറേ നേരം നിന്നു. നീ ഇല്ലാത്ത ദിവസങ്ങൾ ഒരു രസവും ഇല്ലായിരുന്നു. ഇനി ഇങ്ങനെ പോകാൻ വല്ല പ്ലാനുമുണ്ടെങ്കിൽ ഞങ്ങളും വരും. പിന്നെ അങ്ങ് മായയെ ചിരിപ്പിക്കാനുള്ള ഓരോ വളിപ്പുമടിച്ചു നാൻസിയും കൂടി. മായയുടെ സങ്കടങ്ങൾ എങ്ങോട്ട് പോയെന്ന് കിടക്കാൻ നേരമാണ് മായ ആലോചിച്ചത് പോലും. തന്നെ സ്നേഹം കൊണ്ട് മൂടാൻ മാത്രം താൻ അവർക്ക് എന്താണ് നൽകിയിട്ടുള്ളത് അറിയില്ല. മായ ബെഡിലേക്ക് കിടന്നു. ഫോൺ എടുത്തു നോക്കി. അപ്പു ഒക്കെ എത്താൻ 10 മണിക്കൂർ കൂടുതലെടുക്കും. ഗാലറിയിൽ നിന്നും അപ്പുവിൻ്റെ ഫോട്ടോസ് ഓരോന്ന് സ്ക്രോൾ ചെയ്ത് പോവുമ്പോഴാണ് ഇന്ദ്രൻ്റെ കോൾ വരുന്നത്. ഹലോ, മായ ഉറങ്ങിയിരുന്നോ? ഇല്ല. കഴിച്ചോ? കഴിച്ചു. എന്താ കഴിച്ചേ? ചപ്പാത്തിയും കിഴങ്ങുകറിയും. കിടക്കാറായോ? കിടന്നു. പിന്നെ എന്നോടൊന്നും ചോദിക്കാനില്ലേ മായക്ക്? അത് ഞാൻ കഴിച്ചോ? കഴിച്ചു. ഞാൻ കിടന്നു. എന്നാ ഗുഡ് നൈറ്റ് മായ, നാളെ കാണാം. ഗുഡ് നൈറ്റ് സാർ. മായ ഫോൺ ടേബിളിലേക്ക് വെച്ചിട്ട് കിടന്നു. കണ്ണുകൾ അടച്ചപ്പോൾ മുന്നിൽ ഇന്ദ്രൻ നിൽക്കുന്നത് പോലെ മായക്ക് തോന്നി. മായ ചിരിയോടെ കമിഴ്ന്ന് കിടന്നു. എന്നിട്ട് മാറ്റമൊന്നുമില്ല. പിന്നെ കണ്ണുകൾ തുറന്ന് കുറേ നേരം കിടന്നു. എപ്പോഴോ മായയിൽ ഉറക്കം വന്നു മൂടി. രാവിലെ അപ്പുവിൻ്റെ ഫോണാണ് മായയെ ഉണർത്തിയത്. ചേച്ചി, ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അച്ചു എവിടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾ കുളിക്കുന്നു. ഇറങ്ങുമ്പോൾ ചേച്ചിയെ വിളിച്ചോളൂ. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് എന്ത് കുഴപ്പം. ഇന്നു മുതൽ ജോലിക്ക് കയറും. കുറച്ചു നേരം കൂടി സംസാരിച്ച ശേഷം മായ കോൾ വെച്ചു. പിന്നെ ഒട്ടും നേരം കളയാതെ മായ തൻ്റെ പണിയിലേക്ക് കടന്നു. നാൻസിയും ധന്യയും കൂടി എണീറ്റപ്പോൾ പിന്നെ 3 പേരും കൂടിയായി പാചകവും മറ്റും. പതിവ് പോലെ എല്ലാം തീർത്ത് 2 വണ്ടിയിലായി 3 പേരും ഓഫീസിലേക്ക് യാത്രയായി. ഓഫീസിലെത്തിയപ്പോൾ മായക്ക് പെൻഡിങ് വർക്ക് ഉള്ളത് കൊണ്ട് മായ അതിലേക്ക് തിരിഞ്ഞു. എന്നാലും മായയുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ഡെയ്സിയും ദേവിയും മാത്രം മായയോട് വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ഡെയ്സി മായയെ നോക്കാതെ ഇരുന്നപ്പോൾ മായക്ക് നന്നായി സങ്കടം വന്നെങ്കിലും അത് ആരെയും കാണിക്കാതെ മായ ഒളിപ്പിച്ചു. 11 മണി കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ മറ്റൊരു ആളും കൂടി ഓഫീസിലേക്ക് വരുന്നത്. വന്നപ്പോൾ തന്നെ ഇന്ദ്രൻ കോൾ മായയെ തേടി വന്നു. മായ ഇന്ദ്രൻ പറഞ്ഞ ഫയലും എടുത്ത് പോകുന്നത് 3 പേർ മാത്രം ദേഷ്യത്തോടെ നോക്കിയിരുന്നു. മായ ഇരിക്ക്. മായ ഇന്ദ്രൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ ഇന്ദ്രനും കൂടെ വന്ന ആളുകളും കൂടി ലാപ്പിൽ എന്തോ തിരയുകയായിരുന്നു. ഇന്ദ്രൻ മായയെ കണ്ടപ്പോൾ കൂടെ വന്ന ആളെ പരിചയപ്പെടുത്തി. മായ, ഇത് എൻ്റെ ഫ്രണ്ട് അർജുൻ. ഇവൻ ഇനി നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നമ്മൾ അറിഞ്ഞാൽ മതി. മായക്ക് മനസ്സിലായില്ലേ? മായ ശ്രദ്ധയോടെ എല്ലാം കേട്ടിരുന്ന ശേഷം മനസ്സിലായി സാർ. ഗുഡ്. മായ അന്ന് കണ്ടെത്തിയത് ഇവനുമായി ഒന്ന് ഷെയർ ചെയ്യണം. മായ കണ്ടെത്തിയത് മൊത്തം അർജുനും പറഞ്ഞു കേൾപ്പിച്ചു. അവൻ അവൻ്റെ സംശയങ്ങളും മായയോടും ചോദിച്ചു. അവരുടെ സംശയങ്ങളും നീണ്ടുപോയി. ഒടുവിൽ ഇന്ദ്രൻ അർജുനിലും ഒരു ചിരി വിരിഞ്ഞു. മായ, ഇത് നമ്മൾ 3 പേരിലും മാത്രം. എനിക്കറിയാം സാർ. ഇന്ദ്രനെ പറഞ്ഞു ബാക്കിയാകാൻ സമ്മതിക്കാതെ മായ പറഞ്ഞു. താങ്ക്സു മായ. എന്നാ ഞാൻ ഇനി പൊയ്ക്കോട്ടെ. ഓക്കെ മായ. മായ പോയ ശേഷം ഇന്ദ്രൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. അവൻ്റെ മുഖത്ത് ഒരു ചിരി താണ്ടി കളിച്ചു. എന്താ മോനെ ദിനേശ ഒരു ചിരി? അർജുൻ ഈണത്തിൽ ഇന്ദ്രനെ നോക്കി ചോദിച്ചു. മനസ്സിലാവുന്നുണ്ട് നിന്റെ ചിരിയുടെ മീനിങ്. എന്ത്? ഒരു മായാലോകം. എന്താ നിന്റെ അഭിപ്രായം? ഞാൻ ആ ലോകത്ത് ജീവിക്കുന്നതിൽ. നിന്റെ സെലക്ഷൻ സൂപ്പർ. ആര് കൊത്തിക്കൊണ്ടു പോവാതെ വേഗം സ്വന്തമാക്കിക്കോ. ഇല്ലെങ്കിൽ മോനെ വല്ല കൊള്ളാവുന്ന ആണുങ്ങൾ കൊണ്ടുപോവും. ഇല്ല അർജുൻ, അവൾ എൻ്റെ മാത്രം. പിന്നെ
എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ കൂട്ടാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട്. എന്നാൽ ചില കടമ്പകൾ കടക്കാനുണ്ട്. ചില സത്യങ്ങൾ അറിയാവനും. എന്ത് സത്യങ്ങൾ? അതൊക്കെ പിന്നെ ഒരു ദിവസം. ഇപ്പോൾ മോൻ ഞാൻ പറഞ്ഞത് ചെയ്യ്. അപ്പോൾ ശരി. അർജുൻ എണീറ്റ് പുറത്തേക്ക് പോയി. പുറത്തേക്ക് വരുന്ന മായയെ കണ്ടപ്പോൾ ദേവി എണീറ്റ് മനോജിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. എൻ്റെ മനോജേ, ഓരോ അവളുമാരുടെ ഭാഗ്യം. സാറുമാർ വരുന്നു, വിളിക്കുന്നു, പോകുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ദേവി മായയെ നോക്കി ദേഷ്യത്തിൽ മനോജിനോട് പറഞ്ഞു. ദേവി, അതൊക്കെ അവരുടെ കാര്യം, എനിക്കൊന്തൊന്നും കേൾക്കണ്ട. എനിക്ക് ജോലിയുണ്ട്. മനോജ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ ജോലിക്ക് തിരിഞ്ഞു. പിന്നെ ഒന്ന് പോ മനോജെ, എനിക്കറിയാം നിന്റെ മനസ്സ്. ദേവി, നിർത്ത്. ഇനിയൊന്നും പറയരുത്. എനിക്ക് കേൾക്കണ്ട. ഇന്ദ്രൻ സാർ ഇത് കണ്ടുവന്ന എൻ്റെ ജോലി പോവും. പ്ലീസ് ദേവി, തൻ്റെ ജോലി പോയി ചെയ്യേ. മനോജ് കൈ ദേവിയോട് പറഞ്ഞു. മായ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ സീറ്റിൽ പോയിരുന്നു. ഇന്ദ്രൻ ഏൽപ്പിച്ച ജോലികൾ ശ്രദ്ധയോടെ ചെയ്തു തീർക്കാൻ നോക്കി. ഉച്ചവരെ മായക്ക് റെസ്റ്റ് ഇല്ലായിരുന്നു. ഉച്ചക്ക് ഡെയ്സി ദേവിക്കൊപ്പം കഴിക്കാൻ ഇറങ്ങി. ഇപ്പോൾ ഡെയ്സി ദേവിയുമായി വലിയ അടയും ചക്കരയും. നമ്മളെ മൈൻഡ് പോലുമില്ല. 3 പേരും കൂടി കാൻറ്റീനിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ ധന്യ വേദനയോടെ പറഞ്ഞു. ഇന്ദ്രൻ കഴിക്കാൻ നിൽക്കാതെ പുറത്തേക്ക് പോയിരുന്നു. മായ, ഞങ്ങൾ ഒരു കാര്യം ചോദിച്ച് സത്യം പറയോ? ഫുഡ് വായിലേക്ക് വെച്ചുകൊണ്ട് ധന്യ ചോദിച്ചു. ചോദിക്ക് മായ. നീയും ഇന്ദ്രനും സാറും തമ്മിൽ ദേവി പറയുന്നത് പോലെയോ? മായ ഇടയിൽ കയറി ചോദിച്ചു. അല്ല, ഞങ്ങൾക്കറിയാൻ നിന്നെ. അതല്ല, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? സാറിന് എന്തോ നിന്നോട് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. മായയുടെ മൗനം ധന്യയെ ചിരി വിടർത്തി. നീയൊന്നും പറയണ്ട, ഞങ്ങൾക്ക് മനസ്സിലാവും നിന്നെ. വേഗം കഴിക്ക്. അവർ വേഗം കഴിച്ച് എണീറ്റ് ഓഫീസിലേക്ക് നടന്നു. നടക്കുമ്പോൾ മായയിൽ ധന്യയുടെ ചോദ്യം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. താൻ ഇന്ദ്രൻ സാറിനെ സ്നേഹിക്കുന്നു? അതെ. തൻ്റെ അനുവാദം പോലും ചോദിക്കാതെ തൻ്റെ മനസ്സ് അതുതന്നെ പറയുന്നു. ഐ ലവ് യു ഇന്ദ്രേട്ട. തൻ്റെ ജീവിതം അറിയുമ്പോൾ ഇന്ദ്രേട്ടൻ തന്നെ വെറുക്കുമോ? അറിയില്ല. ഇനി ഒരു തകർച്ച താങ്ങാൻ തനിക്കാവുമോ? ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി മായയുടെ മനസ്സ് പല വഴിയിൽ സഞ്ചരിച്ചു.